ഹായ് ഹലോ, പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധ വന്നിട്ട് വേദയോട് പറയാണ്, വിക്രം മോശപ്പെട്ട സ്വഭാവമാണ് വിക്രമിൻ്റേത്. അവന് കുടിയും കഞ്ചാവലിയും എല്ലാം ഉണ്ട്. എത്ര സ്ത്രീകളാണെന്നറിയോ അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് എൻ്റെ വണ്ടിയിൽ ഓടിക്കയറിയിട്ടുള്ളത്. അത് കേട്ട് വേദ പറയാണ്, ആണോ വിക്രം അത്ര മോശപ്പെട്ട സ്വഭാവമാണോ? പക്ഷേ നീ ഫസ്റ്റ് ടൈം നിന്നെ ഞാൻ കണ്ടപ്പോൾ നീ അങ്ങനെയല്ല വിക്രമെ പറ്റി എന്നോട് പറഞ്ഞിട്ടുള്ളത്. വിക്രമിൻ്റെ നല്ല സ്വഭാവമാണ്, എന്ത് സഹായം ചോദിച്ചാൽ അതെല്ലാം ചെയ്തു തരുമെന്നല്ലേ നീ പറഞ്ഞിട്ടുള്ളത്. അത് കേട്ട് രാധ പറയുന്നുണ്ട്, അതെ അപ്പോൾ അങ്ങനെയായിരുന്നു, പക്ഷെ ചിലപ്പോഴൊക്കെ വിക്രം നല്ല സ്വഭാവമാണ് അല്ലെങ്കിൽ മോശപ്പെട്ട സ്വഭാവമാണെന്ന് പറയും. അപ്പോൾ വേദ പറയാണ്, ഓക്കെ അങ്ങനെ നല്ല സ്വഭാവത്തിലായിരിക്കുമ്പോൾ വിക്രമിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചോളാം എന്ന് പറയാണ്. ഈ വീടിനെ പറ്റി നിനക്ക് എന്തറിയാം? ഞാൻ ഇന്നും ഇന്നലെയും അല്ല ഇവരെ കാണുന്നത്, ഞാൻ എത്രയോ കാലം മുതൽ കാണുന്നതായെന്ന് രാധ പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഓക്കെ ഇത്രയും കാലം നീ വിക്രമിൻ്റെ പിറകെ നടന്നു, പക്ഷേ ഞാനിപ്പോൾ അവൻ്റെ ഭാര്യയാണ്, ഇനി അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ്, നീ ഇപ്പോൾ നിൻ്റെ ഓട്ടോ ഓടിക്കാൻ നോക്കുമെന്ന് പറയാണ് രാധയോട്. അങ്ങനെ രാധ ദേഷ്യത്തോടെ പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് വിക്രമിന് വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്നതാണ് കാണുന്നത്. വിക്രം പോക്കറ്റിൽ നോക്കുമ്പോൾ ഫോൺ ഉണ്ടാവില്ല അവൻ്റെ കയ്യിൽ. അപ്പോൾ അവൻ ആലോചിക്കുകയാണ് ഫോൺ എവിടെ പോയി എന്നുള്ളത്. പിന്നീടാണ് വീട്ടിൽ വെച്ച് മറന്നു പോയല്ലോ എന്ന് ആലോചിക്കുന്നത്. അവൻ അങ്ങനെ കൂട്ടുകാരൻ്റെ ഫോണിൽ നിന്നും തൻ്റെ ഫോണിലേക്ക് അടിച്ച് നോക്കുകയാണ്. അപ്പോൾ റിങ് ചെയ്യുന്നുണ്ട്. വേദ ഫോണ് റിങ് ചെയ്യുന്നത് കേട്ട് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ എന്ന് വേദ പറയുമ്പോൾ, വിക്രം നീ എന്തിനാണ് വേദാളം എൻ്റെ ഫോൺ എടുത്തത്? അന്യ സ്ത്രീകൾ എൻ്റെ ഫോൺ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാണ്. അപ്പോൾ വേദ തിരിച്ച് പറയുന്നുണ്ട്, ഞാനൊരു അന്യ സ്ത്രീയല്ല, ഞാൻ നിൻ്റെ ഭാര്യയാണ്, നീ എൻ്റെ കഴുത്തിൽ താലിയിട്ടത് നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് വിക്രം വളരെ ദേഷ്യത്തോടു കൂടി ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ വേദ കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ ചേച്ചി കറിക്ക് കഷ്ണങ്ങളെല്ലാം റെഡിയാക്കുന്നത് കാണുകയാണ്. ചേച്ചി ഞാൻ ചെയ്യാമെന്ന് വേദ പറയുമ്പോൾ വേണ്ട മോളെ എന്ന് പറയുന്നുണ്ട്. പിന്നീട് അമ്മ വീഴാൻ പോകുമ്പോൾ വേദ താങ്ങുകയാണ്. അങ്ങനെ അമ്മ ചിരിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് വേദയുടെ അച്ഛനും ചേട്ടനും കൂടെ അങ്ങോട്ട് കയറി വരികയാണ്. വേദയുടെ ചേട്ടൻ സ്വയം പരിചയപ്പെടുത്തുകയാണ്, ഞാൻ വേദയുടെ ചേട്ടനും ഇത് ജസ്റ്റിസ് ശങ്കരനാരായണമാണെന്ന് പറയാണ്. അത് കേട്ട് വിക്രമിൻ്റെ അച്ഛനും അമ്മയും വരൂ സർ വന്ന് അകത്തേക്ക് കയറിയിരിക്കാം എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛൻ ജസ്റ്റിസ് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഇല്ല ഞങ്ങൾ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല, ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറയാണ്. അങ്ങനെ കുറച്ച് നേരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നുണ്ട്. പിന്നീട് സുധാകരൻ മാഷ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കൊണ്ടുപോകാം, പക്ഷേ അത് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമാണ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ബലമായി ഇവിടെ നിന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറയാണ്. പക്ഷേ വേദ അവിടെ നിന്നും പോകാൻ വിസമ്മതിക്കുകയാണ്. ഇല്ല അച്ഛാ ഞാൻ വരുന്നില്ല, ഇനി എൻ്റെ വീട് ഇതാണ്, നിങ്ങൾ എന്നെപ്പറ്റി ഒരു വിഷമം വിചാരിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല, ഞാനിവിടെ സുഖമായിട്ട് കഴിയുകയാണെന്ന് പറയും.